കേന്ദ്ര സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷ വയോജന പെൻഷൻ്റെ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ മുഴുവൻ DBTയിലാക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം ശുദ്ധ കളവാണ്. ഞാൻ മനഃപൂർവ്വം തന്നെ കളവെന്ന് പറഞ്ഞു. സർക്കാർ ഉത്തരവിൽ ഇത് എഴുതി വച്ചിരിക്കുക. കേരള സർക്കാർ ഇത് സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവൊന്ന് നാട്ടുകാരെ കാണിക്കും. മുഴുവൻ ക്ഷേമ പെൻഷനുകളിലും DBT വഴിയാക്കിയില്ലെങ്കിൽ കേന്ദ്രവിഹിതം തരില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവോ കത്തോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തുവിടാം. കേരളത്തിലെ 51 ലക്ഷത്തിൽ പരം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരാണുള്ളത്. ഇതിനു പുറമെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന 9 ലക്ഷം പേരുണ്ട്. രണ്ടും കൂടി ചേർത്താൽ 61 ലക്ഷം പേര്. ഇതില് കേന്ദ്ര സഹായവും കൂടി അർഹതയുള്ളവര് വെറും 8 ലക്ഷമാണ്. അവർക്ക് വേണ്ടി കേന്ദ്രം തരുന്നത് നമ്മൾ 2000 രൂപ കൊടുക്കുമ്പോൾ 200 മുതൽ 300 രൂപ വരെയാണ്. 80 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 500 രൂപ വരും. ഇതാ സ്ഥിതി. 941 കോടി രൂപ ഒരു മാസം ക്ഷേമ പെൻഷനുകൾക്ക് കേരളം ചെലവാക്കുമ്പോൾ അതിൽ 917 കോടിയും സംസ്ഥാന സർക്കാരിൻ്റെയാണ്. കേന്ദ്രത്തിൻ്റെ വിഹിതം ഒരു 30 കോടി അത്രേ ഉള്ളൂ ഒരു മാസം. അതുകൊണ്ട് 2022 ഡിസംബർ വരെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ വിഹിതവും കൂടി ചേർത്ത് എല്ലാവർക്കും നേരിട്ടങ്ങ് പെൻഷൻ നൽകുന്ന രീതിയായിരുന്നു. എന്നിട്ട് എപ്പോഴെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമ്പോൾ ആ പണം നമ്മൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. നമ്മൾ കയ്യിൽ നിന്ന് ആദ്യം കൊടുക്കും കേന്ദ്രത്തിൻ്റെ വിഹിതവും. അതിപ്പോഴും കുടിശ്ശികയാണ്. 600 കോടി രൂപ വരെ കേന്ദ്രത്തിൻ്റെ കുടിശ്ശിക വന്ന വർഷമുണ്ട്. വെച്ചാൽ ഒരു വർഷത്തിലേറെ കുടിശ്ശിക വരുത്തിയ വർഷമുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. 2023 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ ഒരു കത്തയച്ചു. അവരുടെ പണം DBT വഴി നേരിട്ട് കൊടുക്കണം. നിങ്ങളുടെ പണം അതോടൊപ്പം നൽകണമെങ്കിൽ നേരിട്ട് കേന്ദ്രത്തിന് നമ്മൾ പണം കൊടുക്കണം, എന്നിട്ട് അവർ DBT കൊടുക്കും. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവാണ്. 200-300 രൂപ തരുന്നവരുടെ പെൻഷനൊപ്പം നമ്മുടെ പെൻഷൻ നൽകണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് അങ്ങോട്ട് പണം കൊടുക്കണമെന്നുള്ളത്. അവസാനം ധാരണയിലെത്തിയത് കേന്ദ്രത്തിൻ്റെ വിഹിതം അർഹതപ്പെട്ട 8 ലക്ഷം പേർക്ക് DBT വഴി നേരിട്ട് കൊടുക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ബാക്കിയുള്ള തുക എത്രയാണോ, 2000 രൂപയിൽ തികയാത്ത കുറവ് വരുന്ന തുക എത്രയാണോ അത് സംസ്ഥാന സർക്കാർ ഒന്നുകിൽ DBT വഴി കൊടുക്കും, അതല്ലെങ്കിൽ വീട്ടിൽ നേരിട്ട് കൊടുക്കും. അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. 2023 മുതൽ ഒരു തർക്കം ഉണ്ടാക്കിയിട്ടില്ലെന്ന് കേന്ദ്രം സമ്മതിച്ച കാര്യമാണ്. കേന്ദ്രത്തിൻ്റെ പണം നേരിട്ട് നൽകണമെന്ന് DBT വഴി നൽകണമെന്നല്ലാതെ സംസ്ഥാനം നൽകുന്ന പണം മുഴുവനും DBT വഴി കേന്ദ്രത്തിൻ്റെ ചാല് വഴി കൊടുക്കണമെന്നൊന്നും ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. എപ്പോഴാ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ആവശ്യപ്പെട്ടത്? ഉത്തരവിറക്കിയിരിക്കുകയല്ലേ.
ധനമന്ത്രാലയം അതിന് വിശദീകരണം നൽകണം. എന്നാ കേന്ദ്ര സർക്കാർ ഇങ്ങനെ അറിയിച്ച പുതിയ കാര്യം? ഇതാണ് ഞാൻ പറഞ്ഞത്, കള്ളമാണ്. ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഒരു ജനവിരുദ്ധ നയം നടപ്പാക്കിയാണ്.